ഹായ് ഫ്രണ്ട്സ്, ചില്ലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചക്ക വെച്ചിട്ടൊരു അലുവയാണ്. അതിനുവേണ്ടി ചക്കയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ചുക്ക്, ഏലക്ക, ജീരകം പൊടിച്ചതാണ് എടുത്തേക്കുന്നത്, പിന്നെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് മൈദയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു ചക്ക അലുവ ഉണ്ടാക്കിയാലോ? ആയോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക അലുവയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഗ്യാസിൽ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ചക്ക വരട്ടാൻ പോവുകയാണ്. ചക്ക ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ ചക്ക നന്നായിട്ട് വരണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം നമ്മളെടുത്ത് ഇതിലേക്ക് നമ്മൾ മൈദയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത്, തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തതാണിത്. മൈദയും അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തനിപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. തനി തേങ്ങാപ്പാലാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം നന്നായിട്ട് വരട്ടി ഇത് ഏകദേശം വിട്ട് വരണം, അതുപോലെ നമ്മൾ വരട്ടി കൊടുക്കുകയാണ്. നന്നായിട്ട് വരട്ടി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വരണ്ടൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയും കൂടെ ചെന്നപ്പോൾ അത് വിട്ട് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഏലക്കവും ജീരകവും പിന്നെ ചുക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് മൂന്നും പൊടിച്ച് വെച്ചത് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം നമ്മൾ പാത്രത്തിലിട്ടത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ വെച്ച് കൊടുക്കുക. ഏകദേശം ഉറച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചക്ക ഹലുവ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനിത് കട്ട് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഒരു സോഫ്റ്റ്നെസ് ആണ് അതിനകത്തുള്ളത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.